ഹായ് ഗായ്സ്, ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന മുഖവും ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മുഖവും എല്ലാം കൂട്ടിച്ചേർത്തൊരു ഉത്തരം പറയാനായിട്ട്. ഇത് കേട്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം, ഇതിനൊരു ഉത്തരം പറയണമെന്ന്. അതായത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അവിടെ ഓരോരുത്തരെയും ഓർക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലതാകാം, മോശമാകാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ അനീഷിൻ്റെ സുപ്രഭാതം, അത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അനീഷിൻ്റെ സുപ്രഭാതം അനീഷിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഓർത്തു പോകും. ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വേണം അതിനകത്തുനിന്ന് ഇറങ്ങാൻ, നല്ല കാര്യങ്ങൾ. അപ്പോൾ അതുപോലൊരു വേറൊരു മുഖമാണ് നെവിൻ്റെ എല്ലാ പ്രവർത്തന രീതികളൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല. പക്ഷേ അല്ലേ എന്നയാൾ ചോദിക്കുന്നില്ലേ, അതൊരു പ്രത്യേക ടോണിലാണ്. അത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. ഇതുപോലെ ഇനി ചുരുക്കം ചില മത്സരാർത്ഥികളെ അവിടെ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ആൾക്കാരെ വെറുപ്പിക്കാതെ നിങ്ങൾക്ക് ആൾക്കാരുടെ മനസ്സിലൊരിടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കൂ. ഈ ഒരു മോർണിംഗ് ടാസ്കും ഈ ചോദ്യവും ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ പ്രേക്ഷകരെന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. ഞാൻ എന്നും എൻ്റെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ ഇടയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് നെവിനും അനീഷും. ഈ അല്ലേ എന്നുള്ളൊരു വാക്കും ഈ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അത് പെട്ടെന്നൊന്നും ആരും അങ്ങനെ മറക്കത്തില്ല. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനി നിൽക്കുന്ന നിങ്ങളും ആൾക്കാരുടെ മനസ്സിൽ ഇടമുണ്ടാക്കൂ കുഞ്ഞുങ്ങളെ, ഇടമുണ്ടാക്കൂ. ഇന്നത്തെ ഈ ടാസ്ക് കൊള്ളായിരുന്നു കേട്ടോ, സൂപ്പർ.